മറ്റ് എസ് എ പ്രോപ്പർട്ടിയെ പിന്തുടരുന്ന എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾ, ഇനി കാണാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈ 200 ഏക്കറിൻ്റെ 3-ാം പാർട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചെക്ക് ഡാം ഇത് വെച്ചാൽ നെല്ലിയാമ്പതി ഹൈ റേഞ്ചിൽ നമ്മുടെ 200 ഏക്കറിൻ്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന 3 ഏക്കർ സംതിങ്ങിലാണ് ഈ വെള്ളം ചെക്ക് ഡാം ശേഖരണം. ഇതാണ് നമ്മൾ പറഞ്ഞ ബോട്ട് ഹൗസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെക്ക് ഡാം എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് നിറയെ കയറുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയുള്ള ചെക്ക് ഡാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് 5 ഏക്കറവോ ആക്കി ഇതിൻ്റെ മേൽഭാഗമെല്ലാം കവർ ചെയ്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഇതെല്ലാം ചെയ്തതിന് ശേഷം 5 ഏക്കർ വരെ ആക്കി ഇത് ബോട്ട് ഹൗസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ 43-45 റിസോർട്ടുകളിൽ വരുന്ന ആൾക്കാർക്ക് ഇതിൽ ബോട്ട് ഹൗസും കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ ഉത്തമമായിട്ട് ടൂറിസ്റ്റ് കയറാവുന്ന ഏരിയയാണ് ആ കാണുന്നത്. നെല്ലിയാമ്പതി നമ്മൾ പുലയമ്പാറയിൽ നിന്ന് ജീപ്പ് വഴി പോകുന്ന നമ്മുടെ വഴിയാണ് ഇന്നത്തെ മെയിൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ട്രക്ക് ഡ്രൈവിംഗ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മിനിയാന്നത്തെ വീഡിയോയിൽ പറയാറുണ്ട്, 65ഓളം ജീപ്പുകൾ അറ്റ് ആൻ ടൈം കയറി ഇറങ്ങി നമ്മുടെ ടോപ്പിലെത്തി വ്യൂ പോയിന്റ് കാണിക്കാൻ പോകുന്ന വഴി നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ലിങ്കിലുള്ളതാണ്. അപ്പോൾ ഈ 200 ഏക്കർ കാപ്പി ഏലമാണ്. 10 വർഷമായി ഏലവും കാപ്പിയും പരിപാലിക്കാത്ത കാരണം, കാട് തെളിക്കാത്ത കാരണം ഇതിന് അധികം നോട്ടമില്ല. കമ്പനി എല്ലാം വിദേശത്തായതുകൊണ്ട് കമ്പനിക്ക് ഇതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആ കാരണം ഇപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തതായ നേരത്തെ സെന്റ് 15,000 രൂപ ചോദിച്ചത് ഇപ്പോൾ 1 രൂപ കമ്മിയാക്കി 14,000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഏക്കറയ്ക്ക് 14 ലക്ഷം രൂപ. അത് കാപ്പിയും ഏലവും ഒരു ബംഗ്ലാവും 45 റിസോർട്ട് പുതുക്കി പണിയാനുള്ള പെർമിഷൻ. ഇത് ജന്മം തീരാധാരത്തിൽ കിടക്കുന്നു. യാതൊരു കാരണവശാലും ഒരു പ്രശ്നമില്ല. ജന്മം തീരാധാരം ബാക്ക് ഡോക്യുമെന്റ്. ഇത് കവളപ്പാറ കൊട്ടാരത്തിന്റെ കീഴിൽ കിടന്ന ഭൂമിയാണ്. കവളപ്പാറ കൊട്ടാരമാണ് ഈ ജന്മം തീരാധാരം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് രജിസ്ട്രേഷനിൽ കിടക്കുന്നത്. നമ്മൾക്ക് എടുക്കാൻ വരുന്നവർ നല്ല കമ്പനി ഉള്ളവരാണെങ്കിൽ കമ്പനിയെ അങ്ങനെ കയറ്റി അവരെ ക്യാൻസൽ ചെയ്ത് നമ്മൾ കമ്പനി പ്രോപ്പർട്ടിയാക്കി മാറ്റിയാൽ നമ്മൾക്ക് ഡോക്യുമെന്റ് ചാർജ് വരെ ലാഭമായി കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനിച്ചാൽ മതി. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് 100% അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാണുന്ന ഈ 2 സൈഡും കാപ്പിയാണ്. ഈ കാപ്പി കാട് കയറിയത് കാരണം, ട്രൂം ചെയ്യാത്ത കാരണമാണ് ഈ കാപ്പി ഏതാണ് എന്താണെന്നുള്ളത് അറിയാത്തത്. അപ്പോൾ നമ്മൾ കാട് തെളിച്ച് അത്യാവശ്യം ഈ കാപ്പിനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ ഉത്തമമായി കാപ്പിയും ഏലവും പ്ലാന്റ് എടുക്കാം. അതിനിടയിൽ നമുക്ക് ടൂറിസ്റ്റായിട്ട് മാറ്റുകയാണെങ്കിൽ ടൂറിസ്റ്റിന് 43-45 റിസോർട്ടും കൂടി പുതുക്കി പണിത് ടൂറിസ്റ്റുമായി മാറ്റാം. ഇനി അല്ലെങ്കിൽ അവിടെ നല്ല പശു ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല കുളിർമയുള്ള ഏരിയയിൽ നല്ല പശു ഫാം സെറ്റ് ചെയ്ത് കോമ്പൗണ്ട് അടിച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെയും താല്പര്യമുള്ളവർ അതും ബന്ധപ്പെടാവുന്നതാണ്. ഈ പോകുന്ന 2 വഴിയും നമ്മൾക്ക് ഒരു വഴി പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുന്നു. രണ്ടും നമ്മുടെ വഴി തന്നെയാണ്. ഒരു വഴി നമ്മൾ ഇതിലാണ് പോകുന്നത്. അതിൽ ഇറങ്ങുന്നതും കൂടി വേണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ട്രക്ക് ഡ്രൈവിങ്ങിൽ ഒരു വഴി കയറിപ്പോയി ഒരു വഴി ഇറങ്ങി വരാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അത് ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. ഇത് പബ്ലിക്കിന് തുറന്നു കൊടുത്തത് കാരണം പബ്ലിക്കാണ് പോയി കൂടുതൽ കാലം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 65-70 വണ്ടിയോളം മറ്റും ടൈം 1-2 ഡെയിലി ട്രിപ്പ് അടിക്കുന്ന വണ്ടികളുണ്ട് ഈ വഴി. ടൂറിസ്റ്റ് സമയങ്ങളിൽ, ശനി ഞായറുകളിൽ, വെക്കേഷൻ സമയങ്ങളിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കാൻ വരുന്നവർക്ക് ഫുൾ എടുക്കുകയാണെങ്കിൽ 20,000-25,000 രൂപ വരെ മേടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിൽ ഗസ്റ്റ് ഹൗസ് മാതിരി ചെയ്യുകയാണെങ്കിൽ അതിലും നമ്മൾക്ക് നല്ല ലാഭമായി കിട്ടാവുന്നതാണ്. ഇതിനകത്ത് തന്നെ കോടിക്കണക്കിന് ഉറുപ്പികളുടെ പാഴ്മരങ്ങളും വിലപിടിപ്പുള്ള മരങ്ങളും ഏതൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത്രയും മരങ്ങളും ഇതിനകത്ത് കിടക്കുന്ന ഈ കാപ്പി ഏലമല്ലാതെ
അത്രയും മരങ്ങൾ, വൻമരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് കണക്കെടുത്തതിന് ശേഷം ബാക്കി അറിഞ്ഞാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് കട്ടിങ് കിട്ടുമോ, അല്ലെങ്കിൽ കട്ടിങ് പെർമിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം വീഡിയോ കാണുന്നവരാണ് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. ഇതിൻ്റെ പക്കാ മാനേജർ നമ്മുടെ കൈവശമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പാർട്ടിയെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ തരാവുന്ന വ്യക്തമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ മാനേജർ കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മളെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂന്നാമത്തെ വീഡിയോയിൽ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ 14 എന്നുള്ളതും നിങ്ങൾ അപ്പോൾ 14 28 CR ആണ് ചോദിക്കുന്നത്. ഇനി അല്പസ്വല്പം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷിന്റെ ഇടപാട് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കൂടി മാറ്റങ്ങൾ വരുത്തി തരാൻ മാനേജറെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ടല്ല, മാനേജറെ കൊണ്ട് സാധിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളൂ. ലൈക്ക് ചെയ്ത് കാണും സുഹൃത്തുക്കളെ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇത് 200 ഏക്കറിന്റെ ഫുൾ വീഡിയോ കവർ ചെയ്തിട്ടുള്ള നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി ഹൈ റേഞ്ചിൽ 4000 അടി ഹൈറ്റിൽ കിടക്കുന്ന, ഏത് സമയത്തും കുളിർമയോടെ AC വേണ്ട, ഇവിടെ വീടുകളിലൊന്നും AC വേണ്ട, ഏത് വേനൽക്കാലത്താണെങ്കിലും അരുവി പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കുളിർമയേറിയ ഈ പ്രദേശത്തെ നെല്ലിയാമ്പതി ഹൈ റേഞ്ചിൽ 200 ഏക്കറയാണ് വന്നിരിക്കുന്നത്. അതും ജന്മന്തീര ആധാരത്തിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.